ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ രാജിവെച്ച് DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുകയാണ്. അടുത്തയാഴ്ച DK ശിവകുമാർ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ വരുന്ന വെള്ളിയാഴ്ച രാജിവെക്കുമെന്നാണ് അറിയുന്നത്. രാജ്യസഭ സീറ്റ് നൽകി സിദ്ധരാമയ്യയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത്. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ എല്ലാ പദവികളും ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികൾ ആലോചനയിലുണ്ടെന്ന് DK ശിവകുമാറിന്റെ അനുകൂലികൾ നേരത്തെ പറഞ്ഞിരുന്നു. ജൂണിൽ രാജ്യസഭ കാലാവധി അവസാനിക്കുന്ന പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേരും ചർച്ചകളിൽ സജീവമായിരുന്നു. സിദ്ധരാമയ്യ സർക്കാർ ഈ മാസം 3 വർഷം പൂർത്തിയാക്കിയിരുന്നു. 2023 മെയ് 20-നാണ് സിദ്ധരാമയ്യ അധികാരത്തിലേറിയത്. മുൻ ധാരണ പ്രകാരമാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാൻ പോകുന്നത്. അധികാര തർക്കത്തിനു ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. മന്ത്രി KJ ജോർജിന്റെ വസതിയിലേക്ക് ഇവരെ വിളിപ്പിച്ചാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കൂടിക്കാഴ്ച നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. കേരളത്തിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇവർക്കൊപ്പമാണ് ഖാർഗെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിൽ എത്തിയത്. തുടർന്നാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന നേതൃത്വ തർക്കത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് സംസ്ഥാനത്തെ MLA-മാർ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ചർച്ചകൾക്ക് വേഗം കൂട്ടിയതും DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള കൃത്യമായ നീക്കം നടത്തിയതും. ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ.